ആരാണ് അനൂപ് മാലിക്? നിരന്തരം കേസുകളിൽപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഇയാൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഇക്കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കാഞ്ഞങ്ങാട് വെച്ച് പ്രതിയെ പിടികൂടിയത്. ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. സ്ഫോടനം നടക്കുന്ന സമയം വീട്ടിലുണ്ടായിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ഇത് പ്രതി അനൂപ് മാലിക്കിന്റെ ബന്ധുവാണ്. ഇയാൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് സ്ഫോടനം സംഭവിച്ചത്. അങ്ങനെയെങ്കിൽ കിടന്നുറങ്ങുന്ന സമയം എങ്ങനെ സ്ഫോടനം ഉണ്ടായി എന്നത് സംബന്ധിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത്. സ്ഫോടനം നടന്ന കീഴറയിലെ വീട്ടിലെത്തിച്ചായിരിക്കും തെളിവെടുപ്പ് നടത്തുക. ഈ സ്ഫോടക വസ്തുക്കൾ മറ്റാർക്കെങ്കിലും വിൽക്കാനായി ഉദ്ദേശിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അക്കാര്യത്തിലും വിശദമായ അന്വേഷണം വേണം എന്നതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. നേരത്തെ 7 കേസുകളിൽ പ്രതിയായിരുന്ന വ്യക്തി കൂടിയായതിനാൽ ആ പശ്ചാത്തലവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നിലവിൽ പോലീസ്. കണ്ണൂരിൽ നിന്നും ഷാജി ചന്ദ്രയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.